ഹലോ ഫ്രണ്ട്സ്, വനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രോട്ടീൻ ബാറാണ് ഉണ്ടാക്കുന്നത്. ഹെൽത്തി പ്രോട്ടീൻ ബാർ, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ ബാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്സ്, ബദാം, ഫ്ലാക്സീഡ്, ഈന്തപ്പഴം, ഇതെല്ലാം വേണ്ടത്. അപ്പോൾ ആദ്യം ഓട്സ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഓട്സ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ബദാമും കൂടെ അതിനകത്തിട്ട് ഒന്ന് ചൂടാക്കണം. ഒത്തിരി സമയം ചൂടാവണ്ട, ചെറുതായിട്ട്. ബദാമും ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് ഒത്തിരി നേരം ചൂടാക്കണ്ട, അതൊക്കെ ഒരു പൊടിയുന്ന പരുവം പോലെ ചൂടാക്കണം. എന്നിട്ട് പിന്നെ തീ ഓഫ് ചെയ്യണം. അതിലേക്ക് പിന്നെ കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ കൊക്കോ പൗഡറും കുറച്ച്, ഇതിൻ്റെയൊക്കെ ഒരു പരുവത്തിന് അളവുണ്ട്, അതനുസരിച്ച് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് 2-3 സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്തത്. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. തീയില്ല കേട്ടോ. അപ്പോൾ ഇളക്കി ഒന്ന് അതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഈന്തപ്പഴവും കൂടെ ഇടണം. ഈന്തപ്പഴവും ഇട്ട് മൊത്തത്തിലൊന്ന് ശരിക്കും ഇളക്കി അതൊന്ന് എല്ലാം അങ്ങോട്ട് ഒന്നിച്ചൊന്ന് കൂടി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടി. അരക്കിയല്ല, ഒന്ന് ചതച്ച് പരുവത്തിനാക്കി എടുക്കണം. അരക്കണ്ട ഒത്തിരി, ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാം ഒന്ന് ഇളക്കി അപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇളക്കി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിൻ്റെ കൂടെ വാനില എസൻസും കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കണം. അപ്പോൾ ആ ഒരു ഫ്ലാക്സ് സീഡിനൊക്കെ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർക്കണേ. ഫ്ലാക്സ് സീഡിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒരു ചവർപ്പ് പോലെ, ഒരു കയ്പ്പ്, ഒരു ടേസ്റ്റാണ്. നമുക്കതിൻ്റെ മണവും ടേസ്റ്റും അത്ര പിടിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതത്ര അറിയത്തില്ല കേട്ടോ. ഈ ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് അത്ര അറിയത്തില്ല. അപ്പോൾ വാനില എസൻസ് കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. അപ്പോൾ വാനില എസൻസും കൂടെ ചേർത്ത് അത് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഡിഷിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ മിശ്രിതം ഉണ്ടല്ലോ, ഈ ചതച്ച് കൊണ്ടുവന്ന് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം അതിലേക്ക് പിടിപ്പിക്കാനായിട്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. നല്ല ടൈറ്റിന് പ്രസ് ചെയ്ത് കൈകൊണ്ട് ശരിക്കും അമർത്തി നന്നായിട്ട് വെക്കണം. എന്നിട്ടും പോരെങ്കിൽ എന്തെങ്കിലും ഇടിയം പോലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ട് അമർത്തണം. എന്നാലേ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു പീസായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഈ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അമർത്തണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. തണുത്ത് കഴിയുമ്പോൾ പീസായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമർത്തണത്. നന്നായിട്ട് അമർത്തി കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റായിക്കോളും. അപ്പം നല്ല അമർത്തിയിട്ടത് ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം, നന്നായിട്ട് അമർത്തിയിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് എടുത്തിട്ട് പിന്നെ അത് നമ്മൾ ചെറിയ പീസ് പോലെ കട്ട് ചെയ്ത് വെക്കണം. ഒത്തിരി കട്ട് ചെയ്തെടുക്കേണ്ട, നമുക്ക് എടുക്കാൻ പാകത്തിനൊരു കട്ടിങ്. ഇതിൻ്റെ മേളിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടി കുറച്ച് ഒഴിച്ചിങ്ങനെ, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അതൊരു ഭംഗി അന്നേരം കാണാനായിട്ടും. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊരു ഇച്ചിരി നല്ല വൃത്തിയാവും. പിന്നെ അതിൻ്റെ മേളിൽ കൂടി നമ്മുടെ ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ, അതും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട്. എന്നിട്ട് അത് ആ കട്ട് ചെയ്ത ഭാഗം വെച്ച് നമുക്കിങ്ങനെ പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു പ്രോട്ടീൻ ബാറാട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലതും. നമുക്ക് ഹെൽത്തി പ്രോട്ടീൻ ബാർ തന്നെ. ഇത് കഴിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലതാണ്. കാരണം ഇതിനകത്തെല്ലാം നല്ല ഐറ്റങ്ങളാണ് ചേർത്തേക്കുന്നതും. അല്ല, ഷുഗറൊന്നും വേറെ ചേർത്തിട്ടില്ല. ആകെയുള്ളത് ഈന്തപ്പഴത്തിൻ്റെ ഉള്ളൂ. പക്ഷെ നല്ല ഒരു ടേസ്റ്റുമാണ്. ഈ വാനില എസൻസ് ഒക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു പ്രോട്ടീൻ ബാറായിട്ടാണ് എനിക്കും തോന്നി. കഴിച്ചിട്ടും നല്ലതുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ, നല്ലതാണ് പ്രോട്ടീൻ ബാർ. നമുക്ക് ഇടയ്ക്കൊരു ഒരേ ബാറൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.